ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നിരപരാധികൾ നീതിരഹിതമായി അനുഭവിക്കുന്ന പീഡനങ്ങളും അപമാനങ്ങളും ദൈവമനുഗ്രഹവും അഭ്യുന്നതിയുമായി രൂപാന്തരപ്പെടുത്തുമെന്ന വലിയ ജീവിതഗന്ധിയായ സാക്ഷ്യമാണ് പഴയ നിയമത്തിലെ ജോസഫിൻ്റെ ജീവിതം. യാതൊരു തെറ്റും ചെയ്യാതെ താൻ അനുഭവിച്ച ജീവിത സഹനങ്ങൾക്ക് പിന്നിൽ ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ടായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, ദൈവമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. 45 അധ്യായത്തിൽ 3 പ്രാവശ്യം ഇത് ജോസഫ് ആവർത്തിക്കുന്നുണ്ട്. ജോസഫിനെ പൊട്ടക്കുഴിയിൽ എറിയുവാൻ പ്രേരിപ്പിച്ച സഹോദരന്മാരുടെ വെറുപ്പും അസൂയയും തിരസ്കരണവും തീർച്ചയായും വലിയ ക്രൂരത തന്നെയായിരുന്നു. അതെല്ലാം ശ്രദ്ധയോടെ നോക്കിക്കാണുന്ന ഒരു സർവശക്തൻ മുകളിലുണ്ടെന്ന് കഷ്ടകാലങ്ങളിൽ ജോസഫ് വിശ്വസിച്ച് ആശ്വസിച്ചു. പ്രതികാരത്തിനായി തേരോട്ടം നടത്തുന്ന മനുഷ്യർക്കിടയിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നന്മ നിറഞ്ഞ മനുഷ്യർ എത്ര അപൂർവമാണ് അല്ലേ? ഈ ദർശനം ഉൾക്കൊണ്ടുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, റോമലേഖനം 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തുന്നു. യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവം നമുക്കുള്ളതുകൊണ്ട് നമ്മൾ ഏതെല്ലാം നിസ്സഹായ സാഹചര്യങ്ങളിൽ തള്ളിയിടപ്പെട്ടാലും ഒരു ഉയർത്തെഴുന്നേൽപ്പ് തീർച്ചയായും നമുക്കുണ്ടാകും. അനേകം വീഴ്ചകളും അവഗണനകളുമൊക്കെ അനുഭവിച്ച ഈ വർഷത്തിൽ നിന്ന് ഈ പ്രത്യാശയോടെ പുതുവർഷത്തിലേക്ക് നമുക്ക് ചുവടുവയ്ക്കാം. ദുരാരോപണങ്ങളിലും അപമാനങ്ങളിലും ദൈവത്തിൻ്റെ ദിവ്യ പരിപാലനം ഉണ്ടാകുമെന്ന് ജോസഫ് വിശ്വസിച്ചു. അങ്ങനെയൊക്കെ വിശ്വസിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. പൊത്തിഫറിന്റെ ഭാര്യയുടെ പ്രലോഭനങ്ങളിൽ നിന്ന് ജോസഫ് ഓടി അകന്നത് ദൈവത്തിന് പ്രീതികരമായി. ജോസഫ് നീതിയുടെ പക്ഷത്ത് ഉറച്ചു നിന്നിട്ടും കാരാഗൃഹത്തിലായി. പക്ഷേ ദൈവം കാരാഗൃഹത്തിൽ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. തൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് സങ്കീർത്തനക്കാരൻ പറയുന്ന സാക്ഷ്യം വളരെ ശ്രദ്ധേയമാണ്. 66 സങ്കീർത്തനം. ദൈവമേ, അവിടുന്ന് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു, ഞങ്ങളെ വെള്ളി എന്ന പോലെ അങ്ങ് പരിശോധിച്ചു. അവിടുന്ന് ഞങ്ങളെ വലയിൽ കുടുക്കി, ഞങ്ങളുടെ മേൽ വലിയ ഭാരം ചുമത്തി. ശത്രുക്കൾ ഞങ്ങളെ ചവിട്ടി മെതിക്കാൻ അങ്ങ് ഇടയാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. എങ്കിലും അങ്ങ് ഞങ്ങളെ വിശാല ഭൂമിയിൽ കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്നവരെ തകർക്കാൻ ആരോപണങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും ഗോസിപ്പുകാർക്കും കഴിയില്ല. സത്യം ഒടുവിൽ പുറത്തു വരും. ജീവിത സഹനങ്ങൾ മഹത്വത്തിലേക്കുള്ള ചുവടുവയ്പ്പാണെന്നാണ് അപ്പോസ്തലൻ പത്രോസിന്റെ സാക്ഷ്യം. 1 പത്രോസ് 2 അധ്യായം.
അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് ദൈവാനുഗ്രഹത്തിന് കാരണമാകും. തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണുള്ളത്? നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. ജോസഫിനോടൊപ്പം കാരാഗൃഹത്തിലുണ്ടായിരുന്ന ദൈവം നമ്മുടെ ജീവിത സഹനങ്ങളിലും കൂടെയുണ്ടാകുമെന്നാണ് യെശയ്യാ പ്രവാചകൻ നൽകുന്ന ഉറപ്പ്. 43-ാം അധ്യായം. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ജോസഫിന്റെ കാരാഗ്രഹ ജീവിതം ഉന്നത പദവിയിലേക്കുള്ള പരിശീലന ക്ലാസ് റൂമായിരുന്നു. നേതൃത്വ വരം നൽകുന്നവരെ ദൈവം ഒറ്റപ്പെടുത്തി ജീവിത അനുഭവങ്ങളിലൂടെ ശക്തരും പ്രബുദ്ധരുമാക്കും. മോശയും ദാവീദും പൗലോസുമൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. ദൈവത്തിൻ്റെ മറുപടിയും ഇടപെടലും വൈകുമ്പോൾ ദൈവം മറന്നു കളഞ്ഞുവെന്ന് ചിന്തിച്ച് നമ്മൾ ഒരിക്കലും വ്യാകുലപ്പെടരുത്. പാനപാത്ര വാഹകന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ, നിനക്ക് നല്ല കാലം വരുമ്പോൾ എൻ്റെ നിരപരാധിത്വവും നിസ്സഹായതയും ഒക്കെ ഓർക്കണം കേട്ടോ എന്ന് ജോസഫ് അവനോട് പറഞ്ഞിരുന്നു. പക്ഷേ അവനത് മറന്നു. അത് നന്ദിയില്ലായ്മയായി നമുക്ക് തോന്നിയേക്കാം. പക്ഷേ സ്വർഗമാണ് ആ മറവിയിലൂടെ കാലതാമസം ഉണ്ടാക്കിയത്. ആരുടെയെങ്കിലും കാരുണ്യം കൊണ്ട് ജോസഫ് കാരാഗ്രഹത്തിൽ നിന്ന് വിമോചിതനായിരുന്നെങ്കിൽ അടിമയായി വീണ്ടും തുടരുമായിരുന്നു. രാജാവിൻ്റെ സ്വപ്ന സമയം വരെ കാരാഗ്രഹത്തിൽ തുടർന്നതുകൊണ്ട് ഒരു സെലിബ്രിറ്റിയായി കാരാഗ്രഹത്തിൽ നിന്ന് മഹത്വത്തോടെ പുറത്തു വരുവാൻ ജോസഫിന് കഴിഞ്ഞു. ദൈവത്തിൻ്റെ ശിക്ഷയെന്ന് നാം ചിന്തിക്കുന്ന ചില കാലതാമസങ്ങൾ ദൈവം നമ്മെ മഹത്വത്തിലേക്ക് ഒരുക്കുന്ന സമയങ്ങളാണ്. ഹബക്കൂക്ക് പ്രവാചകന്റെ സാക്ഷ്യം നമുക്ക് വളരെ സുപരിചിതമാണ്. 2-ാം അധ്യായം. ദർശനം അതിൻ്റെ സമയം കാത്തിരിക്കുകയാണ്. ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. അതിനൊരിക്കലും മാറ്റമുണ്ടാവില്ല. അത് വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക. അത് തീർച്ചയായും വരും. അത് താമസിക്കുകയില്ല. സങ്കീർത്തനക്കാരൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ നമുക്ക് നൽകുന്ന ഉപദേശം വളരെ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കേണ്ടതാണ്. 75-ാം സങ്കീർത്തനം. കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത്. ഒരുവനെ താഴ്ത്തുകയും അപരനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നത് ദൈവമാണ്. ദൈവം നൽകുന്ന മഹത്വത്തിലേക്കുള്ള യാത്രയ്ക്ക് നമ്മുടെ മനസ്സിലെ പരിഭവത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും ഫയലുകൾ പലപ്പോഴും തടസ്സമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ആത്മീയ മർമ്മം ജോസഫിനറിയാമായിരുന്നു. സഹന ജീവിതകാലത്ത് തന്നെ മുറിവേൽപ്പിച്ച സഹോദരന്മാർ,
തന്നെ മേൽ വലിയ കുറ്റാരോപണം നടത്തിയ പൊത്തിഫേറിന്റെ ഭാര്യ, തന്നെ മറന്ന പാനപാത്രവാഹകൻ, അങ്ങനെ സഹന ജീവിതകാലത്ത് ജോസഫിനെ മുറിവേൽപ്പിച്ചവരും അവഗണിച്ചവരും വളരെയധികമായിരുന്നു. അവരോടൊന്നും പരിഭവവും പ്രതികാര ചിന്തയുമില്ലാതെയാണ് ജോസഫ് കൊട്ടാരത്തിലെ മഹത്വത്തിലേക്ക് ചുവടുവെച്ചത്. കടക്കാരോട് ക്ഷമിക്കുകയും മാപ്പ് കൊടുക്കുകയും ദോഷത്തിന്റെ ഫയലുകളെല്ലാം മറക്കുകയും ചെയ്തപ്പോൾ ജോസഫ് ദൈവത്തിന്റെ ഇഷ്ടമാനസനായി, പ്രതികാര ചിന്തകളിൽ നിന്ന് സ്വതന്ത്രനായി. കടക്കാരോട് ക്ഷമിക്കുമ്പോൾ കർത്താവ് നമ്മെ മഹത്വത്തിന്റെ പടവുകളിലൂടെ കൈപിടിച്ചു നടത്തും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ മാപ്പ് കൊടുക്കുന്നതിനെപ്പറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം നമുക്ക് നൽകിയിരിക്കുന്നത്. എഫേസ്യർ 4 സകല വിദ്വേഷവും, ക്ഷോഭവും, ക്രോധവും, അട്ടഹാസവും, ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയ ആർദ്രതയോടെ പെരുമാറുവിൻ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ദൈവം നൽകുന്ന മഹത്വവും നഷ്ടപ്പെടാതിരിക്കാൻ പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യ ലേഖനത്തിൽ നമുക്ക് നൽകുന്ന വിസ്മയ ഉപദേശം പുതുവർഷത്തിൽ വളരെ ശ്രദ്ധയോടെ അനുസരിക്കേണ്ടതാണ്. 3 അതിനാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ പ്രവർത്തിക്കണം. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം നിങ്ങൾ പരിശീലിക്കണം. ജോസഫ് പ്രതികാരവും പിണക്കവും മനസ്സിൽ സൂക്ഷിച്ചില്ല. ആരോടും പരിഭവമില്ലാതെ സ്വതന്ത്രനായി ദൈവം നൽകിയ അനുഗ്രഹങ്ങളുടെ മഹത്വത്തിലേക്ക് അവൻ ചുവടുവെച്ചു. ദൈവം നമുക്ക് വിസ്മയകരമായ അനുഗ്രഹങ്ങൾ നൽകുവാൻ പോകുന്ന ഈ പുതുവർഷത്തിൽ മനസ്സിലെ വിദ്വേഷത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും പിണക്കത്തിൻ്റെയും ഒക്കെ ഫയലുകൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദുരന്തങ്ങളും മുറിവുകളും ഉണ്ടാക്കിയവർക്ക് ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാപ്പ് കൊടുക്കാം. ജോസഫിനെ പോലെ നമുക്ക് പറയാം, നിങ്ങൾ വിഷമിക്കണ്ട, ദൈവം നടത്തിയ വഴികളായിരുന്നു അതൊക്കെ. തന്നെ മുറിവേൽപ്പിച്ചവരുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ നമ്മുടെ കർത്താവ് കുരിശിൽ പ്രാർത്ഥിച്ചു. കർത്താവ് പഠിപ്പിച്ച അവസാനത്തെ പ്രാർത്ഥനയായിരുന്നു അത്. പുതുവർഷത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുന്ന നമുക്കും ഈ പ്രാർത്ഥന ഹൃദയപൂർവ്വം ചൊല്ലാം. കടക്കാർക്ക് മാപ്പ് കൊടുക്കാം. കഴിഞ്ഞ കാലങ്ങളിലെ വേദനയും മുറിവുകളും പരിഭവങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പുതുവർഷത്തിൽ ദൈവം തരുവാൻ പോകുന്ന മഹത്വത്തിലേക്ക് നമുക്ക് ചുവടുവെക്കാം. എല്ലാ ദുരന്താനുഭവങ്ങളും കർത്താവിൻ്റെ നിയന്ത്രണത്തിലാണ്. കർത്താവ് അറിയാതെയും അനുവദിക്കാതെയും നമ്മുടെ ജീവിതത്തിൽ
ഒന്നും സംഭവിക്കില്ല. എല്ലാം നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന കർത്താവിൽ ഹൃദയം സമർപ്പിച്ച് പ്രത്യാശയോടെ നമുക്ക് ചുവടുവെക്കാം. സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതും ദൈവത്തിൻ്റെ ദിവ്യപരിപാലനത്തിൻ്റെ ഭാഗമാണ്. അതൊന്നും നമ്മെ തകർക്കുവാനല്ല, പുതുക്കിപ്പണിയുവാനും വിസ്മയ അനുഗ്രഹങ്ങളിലേക്ക് നടത്തുവാനുമാണ്. ജീവിത സഹനങ്ങളിലൂടെ പുതിയ ദർശനങ്ങളും ദൈവാശ്രയബോധവും സ്വഭാവരൂപീകരണവും നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ 25 വർഷം അനുഗ്രഹകരമായി ചുവടുവയ്ക്കുവാൻ ബലവും ശക്തിയും കൃപാവരങ്ങളും നൽകി അനുഗ്രഹിച്ച ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ദൈവിക ദിവ്യ പരിപാലനത്തിൻ്റെ ഒരു പുതുവർഷം ആശംസിക്കുന്നു. സ്നേഹപൂർവം, എ. പി. ജോർജ് അച്ഛൻ.